കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മേ നാഗദേവതേ, അമ്മയ്ക്ക് സമർപ്പിക്കാൻ കൊണ്ടുവന്ന കല്യാണ പത്രിക എങ്ങനെയാ കത്തി നശിച്ചതെന്ന് എനിക്ക് അറിയില്ല അമ്മേ. അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം അത് തീ പിടിച്ച് നശിച്ചപ്പോ ഞാൻ ഒരുപാട് ഭയന്നു പോയി അമ്മേ. ഞങ്ങളോട് കരുണ കാണിക്കണേ നാഗദേവതേ. നമ്മുടെ ഈ പ്രാർത്ഥന കേട്ട് ഇവിടെ വന്ന് ഈ അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടമ്മേ. ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒരു ഭാഗമായി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ അമ്മേ. നിങ്ങൾ തിരികെ വീട്ടിലെത്തുന്നത് വരെ ആ സാരത്തുമ്പിലെ കെട്ട് എന്തൊക്കെ സംഭവിച്ചാലും അഴിയാൻ പാടില്ല. ശരി അമ്മേ. ശരി നാഗദേവതേ, അങ്ങനെ തന്നെ ചെയ്യാം. ഭവാനി, നമുക്ക് പോവാം. പോ അർജുൻ. പോയിട്ട് വരാം ഗുരുജി. എല്ലാം നന്നായി നടക്കും, പോയി വരൂ. ശരി ഗുരുജി. ആ നാഗമാതാവ് ശരിക്കും അവരെ രക്ഷിച്ചതാണോ? എന്താ കാർക്കോടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ നടക്കുമെന്ന് വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ. ഇനിയും എപ്പോഴെങ്കിലും അവൻ തനിയെ പുറത്തിറങ്ങുമല്ലോ, അപ്പൊ ഞാൻ നിന്നോട് പറയാം. ആ സമയം തന്നെ അവനെ കൊന്നുകളയണം. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ വിട്ടുകളയൊന്നും തോന്നുന്നുണ്ടോ നിനക്ക്? എങ്കിൽ വാ, നമുക്ക് പോവാം. ഓം നമഃ ശിവായ.
എന്നിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ വന്ന എന്റെ ഭക്തർക്ക് നീ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇത്ര ധൈര്യം കാണിക്കാൻ ആരാ നീ? ചോദിച്ചത് കേട്ടില്ലേ? ഞാനും ഒരേ കുലത്തിൽപ്പെട്ടവരാണ്. ഒരു കുലത്തിൽപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്തു വേണം ജീവിച്ചു പോരുവാൻ. പക്ഷേ നീ ഞാൻ കൊല്ലാൻ നോക്കുന്നവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ? ഞാനിവിടെ പകരം വീട്ടാൻ വന്നതാണ്. പക്ഷേ നീ അതിനെ എതിർത്തു നിന്ന് നമ്മുടെ ജാതിക്ക് തന്നെ ദുഷ്പേരുണ്ടാക്കുവാൻ ശ്രമിക്കുകയാണോ? തെറ്റ് ചെയ്യുന്നവരെ സഹായിക്കുന്നത് നമ്മൾ നാഗഗണത്തിന്റെ ഗുണത്തിൽ പെട്ടതല്ലെന്ന് നിനക്കറിയില്ലേ? ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് പറയാൻ നീ ആരാ? ഞാൻ അവനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ആ പെണ്ണിന്റെ ജാതകം കൊണ്ട് അവനെ എനിക്ക് കൊല്ലാൻ സാധിക്കാതെ പോയി. അവനെ എന്തിനാ നീ കൊല്ലാൻ ശ്രമിക്കുന്നത്? അതിന്റെ കാരണം നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. അവര് കൊണ്ടുവന്ന കല്യാണ പത്രിക എരിച്ച് ചാമ്പലാക്കി അവരെ പേടിപ്പിച്ച് നിർത്താമെന്ന് ഞാൻ വിചാരിച്ചപ്പോ നീ അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നെ വിശ്വസിച്ച് വന്നവർക്ക് ഒരു ആപത്തുണ്ടായാൽ അത് കണ്ടിട്ട് ഞാൻ പ്രതികരിക്കാതിരിക്കുമെന്ന് കരുതിയോ നീ? അവരെന്റെ ഭക്തരാ. നിനക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം.
ഒരു തവണ അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി എല്ലാ പ്രാവശ്യവും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. നിന്റെ ആശീർവാദം കൊണ്ട് മാത്രം അവരുടെ കല്യാണം നടക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. നീ വിചാരിച്ചാലും അവരുടെ കല്യാണത്തെ മുടക്കാൻ കഴിയില്ല. അവരെ ഞാൻ അനുഗ്രഹിക്കുക മാത്രമല്ല ചെയ്തത്, വേണ്ടി വന്നാ ഞാൻ അവർക്കൊപ്പം നിന്ന് ആ വിവാഹം നടത്തി കൊടുക്ക തന്നെ ചെയ്യും. നമ്മൾ രണ്ടുപേരും ഒരേ ഗണമെന്ന് പറഞ്ഞില്ലേ നീ? നിന്നിൽ ദുഷ്ടശക്തികൾ മാത്രമല്ലാതെ നമ്മൾ നാഗഗണത്തിനുണ്ടായിരിക്കേണ്ട യാതൊരു ഗുണവും നിന്നിൽ ഞാൻ കാണുന്നില്ല. ഇനി ഒരു തവണ കൂടി അവരുടെ ജീവൻ ആപത്തുണ്ടാക്കാൻ ശ്രമിച്ചാൽ നിന്റെ ജീവൻ എടുക്കാൻ കൂടി ഞാൻ മടിക്കില്ല. സൂക്ഷിച്ചോ നീ. നീ എന്നെയാണോ കൊല്ലുന്നത് അതോ ഞാൻ അവനെയാണോ കൊല്ലുന്നതെന്ന് കാത്തിരുന്ന് കണ്ടോളൂ നീ. നിനക്ക് പറ്റുമെങ്കിൽ അവനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ നോക്ക. പറ്റുമെങ്കിൽ അവനെ രക്ഷിക്ക. നിന്നെപ്പോലുള്ള നീചന്മാരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിന്നെപ്പോലുള്ള ദുഷ്ടശക്തികളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ഞാനുണ്ടാകും. നല്ല മനുഷ്യരെ വേദനിപ്പിക്കുന്നതും കഷ്ടപ്പെടുത്തുന്നതും ഇവർക്കൊരു നേരം പോക്കാണല്ലോ. ഈ ദുഷ്ടശക്തനായ കാർക്കോടകനിൽ നിന്ന് അർജുനന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കാത്തിരുന്ന് കാണണം. എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം നിന്റെ മായയാണല്ലോ ശിവനെ. ശിവന്റെ മായാവിലാസം. ഓം നമോ നമ ശിവായ. അതേ മുത്തശ്ശി, കത്തിപ്പോയ കല്യാണ ലെറ്റർ നാഗദേവത വന്ന് പഴയ രൂപത്തിലാക്കി ഞങ്ങളെ അനുഗ്രഹിച്ചു മുത്തശ്ശി. വീട്ടിലെത്തുന്നത് വരെ ഇത് അഴിക്കാൻ പാടില്ലെന്ന് നാഗദേവത ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണപത്രിക അങ്ങനെ കത്തിപ്പോകേണ്ട കാര്യം എന്താ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതാ എനിക്ക് മനസ്സിലാകാത്തത് മോളെ. അതൊരു പക്ഷെ വരാൻ പോകുന്ന ആപത്തിന്റെ സൂചനയായിരിക്കോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ സമയദോഷം ഉള്ളത് കൊണ്ടായിരിക്കും അന്ന് വവ്വാല് വന്ന് കത്തിച്ചു വെച്ച ദീപം തട്ടിക്കളഞ്ഞിട്ട് പോയത്. ആ പുറ്റിന്റെ മുകളിൽ വെച്ച കല്യാണ ലെറ്റർ കത്തി പോകണമെങ്കിൽ ഈ കല്യാണത്തിന് നമ്മുടെ കുലദേവതയായ നാഗദേവതയ്ക്ക് ഇഷ്ടമില്ലെന്നാ തോന്നുന്നേ. നാഗദേവതയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ കത്തിപ്പോയ ആ ലെറ്ററിനെ എന്തിനു പഴയ രീതിയിലാക്കി മാറ്റണം? ഞങ്ങൾ സമർപ്പിച്ച ആ കല്യാണ ലെറ്റർ എന്തിനു നാഗദേവത കൈപ്പറ്റണം? ഞങ്ങളെ അനുഗ്രഹിച്ച് എന്തിനു വീട്ടിലേക്ക് പറഞ്ഞയക്കണം? അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതി പുതിയതായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങള്. അല്ല മോളെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ കല്യാണത്തെ നാഗദേവത അനുകൂലിച്ചിരുന്നെങ്കിൽ ആ കല്യാണ പത്രിക മുഴുവൻ കത്തി എറിയുന്നതിന് മുമ്പേ നാഗദേവത വന്ന് രക്ഷിക്കില്ലായിരുന്നോ? അതാ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെയുള്ള അനിഷ്ടങ്ങൾ വന്ന് നിങ്ങൾ സങ്കടപ്പെടുന്നത് കൊണ്ട് നാഗദേവത നേരിട്ടെത്തി
നിങ്ങൾക്ക് ധൈര്യം പകർന്നു തന്നോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമല്ല മോളെ. അതെ, ഒരു കാര്യം അറിഞ്ഞോ? ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഭവാനി അർജുനും കൊണ്ടുപോയി പുറ്റിന്റെ മുകളിൽ വെച്ച കല്യാണ പത്രിക കത്തി എരിഞ്ഞ് ചാമ്പലായി പോയി. അതൊക്കെ ഞാൻ അറിഞ്ഞടി. നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നേലേ ഉള്ളൂ. പുറ്റിൽ നടന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റി? പുറ്റിന്റെ അടുത്തേക്ക് പോയത് ഞാനും അർജുനും മാത്രമായിരുന്നു. അപ്പോ അമ്മാവൻ അതെങ്ങനെ അറിഞ്ഞു? അത് പിന്നെ അത് എന്താന്ന് വെച്ചാല് അത് ഞാൻ അവിടെ നടന്ന കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ ഇപ്പോഴല്ലേ വന്നത്? കൃത്യമായിട്ട് പിന്നെ എങ്ങനെയാ പറഞ്ഞത്? നിങ്ങളോടല്ലേ ചോദിച്ചത്? അവൻ ചോദിച്ചത് കേട്ടില്ലേ? പറയൂ. അത് പിന്നെ ആ ജലജ പറയുന്നത് കേട്ടിട്ട് അങ്ങനെയാണോ, എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരം അറിയാൻ വേണ്ടി പറഞ്ഞു പോയതാ. പറയുന്നത് മുഴുവൻ കേൾക്കാതെ, പറയാൻ വന്ന കാര്യം മുഴുമിപ്പിക്കാതെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാരും എന്നോട് ക്ഷമിക്കണം. മുത്തശ്ശി, കൗസല്യ വിളക്ക് വെച്ചപ്പോ അത് വവ്വാല് വന്ന് തട്ടിയിട്ടതും അർജുനും ഭവാനിയും ലെറ്റർ കൊണ്ടുപോയപ്പോ അത് കത്തിപ്പോയതും എല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോ ഇനിയിപ്പോ എന്താ അങ്ങോട്ട് സംഭവിക്കാന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല മുത്തശ്ശി. ആ, ഞാനും അത് തന്നെയാ പറഞ്ഞത് ആദിത്യ. ആ, ഏട്ടനും എല്ലാവരെയും പോലെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? ഏതോ ദുഷ്ടശക്തി കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചത്.